റമദാൻ വിശേഷങ്ങൾ. മക്കയിൽ മാത്രം 40 ലക്ഷം ഇഫ്താർ കിറ്റുകൾ. വാഹനങ്ങളിലും റോഡ് വക്കിലും കിറ്റുകൾ റെഡി. റമദാൻ സേവനത്തിന്റെ ഹറം കാഴ്ചകൾ വിവരണാതീതമാണ്. മക്കയിലെയും മദീനയിലെയും പുണ്യഗേഹങ്ങളിലെ ഇഫ്താറുകൾ അപൂർവ കാഴ്ചകളാണ്. ആഗോള വിശ്വാസികളുടെ ഭക്തിമന്ത്രങ്ങൾ അലയടിച്ചുയരുന്ന സാന്ദ്രമായ ഇഫ്താർ സായാഹ്നങ്ങൾ റമദാനിലെ പതിവ് കാഴ്ചകളാണ്. പ്രത്യേക വകുപ്പുകളാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. ഇക്കൊല്ലം മക്കയിലെ മസ്ജിദുൽ ഹറമിൽ 40 ലക്ഷം ഇഫ്താർ കിറ്റുകൾക്ക് അനുമതി നൽകിയെന്ന് ഹറം ഇഫ്താർ മേധാവി ഹമൂദ് അൽ ഇയാദ അറിയിച്ചു. ഇതിൽ ചാരിറ്റി സ്ഥാപനങ്ങളും വ്യക്തികളും ഉൾപ്പെടും. സ്ത്രീകളും യുവാക്കളും വൃദ്ധരുമടങ്ങുന്ന സന്നദ്ധ സേവകരുടെ നിരയുമുണ്ട്. മസ്ജിദുൽ ഹറമിന്റെ 176 കവാടങ്ങളിൽ 15 വികലാംഗർക്കായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. വാഹനങ്ങളിലും വഴിയരികിലുമെല്ലാം ഇഫ്താർ പാക്കറ്റുകളും എത്തുന്നു. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1 ജിദ്ദ. റമദാൻ രാവുകൾക്ക് നിറം പകർന്ന് ഷാർജയിൽ റമദാൻ ഈദ് ഫെയറിന് തുടക്കമായി. പെരുന്നാൾ ദിവസം വരെ നീളുന്ന മേള ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ അഹമ്മദ് മുഹമ്മദ് അൽ മിദ്ഫ ഉദ്ഘാടനം ചെയ്തു. ഷാർജ എക്സ്പോ സെന്ററിൽ ദിവസവും രാത്രി 8:30-ക്കാണ് റമദാൻ ഫെയർ സജീവമാവുക. ഷോപ്പിംഗും ഭക്ഷ്യമേളയും വിനോദങ്ങളുമായി അർദ്ധരാത്രിയും മേള തുടരും. പ്രവൃത്തി ദിവസങ്ങളിൽ രാത്രി 1:30 വരെയും വാരാന്ത്യങ്ങളിൽ 2 വരെയുമാണ് മേള. സോപ്പ്, ചീപ്പ്, കണ്ണാടി മുതൽ സുവർണ പാദുകങ്ങൾ വരെ വാണിജ്യമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 200-ലധികം സ്റ്റാളുകൾ പ്രദർശനത്തിൽ അണിനിരക്കുന്നു. UAEയുടെ പഴയകാല ജീവിതത്തിന്റെ ശേഷിപ്പുകളുമായി എമിറേറ്റ്സ് ഹെറിറ്റേജ് അസോസിയേഷൻ പ്രസിഡന്റ് ഫർഹാൻ അൽ ഹമൂർ അൽ ഷംസി ഒരുക്കിയ സ്റ്റാൾ നിരവധി പേരെ ആകർഷിക്കുന്നു. ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി എഴുതിയ പഴയ കവിതകളുടെ കയ്യെഴുത്ത് പ്രതികൾ, പഴയ റേഡിയോകൾ, ടേപ്പ് റെക്കോർഡർ തുടങ്ങി കേരളത്തിൽ നിന്ന് എത്തിയിരുന്ന പഴയകാല ട്രിമ്മിംഗ് മെഷീൻ വരെ ശേഖരത്തിലുണ്ട്. 40 വർഷം മുമ്പ് UAE എന്തായിരുന്നു എന്ന് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കാനാണ് തന്റെ ശ്രമമെന്ന് ഫർഹാൻ പറയുന്നു. UAE നാടോടി നൃത്തവും പാട്ടുകളും മേളയെ കൂടുതൽ സജീവമാക്കുന്നു. മലയാളികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് റമദാൻ ഫെയർ ആസ്വദിക്കാൻ എക്സ്പോയിലെത്തുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾക്ക് വരാൻ പറ്റി, നമ്മളെ കുട്ടികളെയും ഫാമിലി ആയിട്ട് വരാൻ പറ്റി. അപ്പോൾ അതന്നെ നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇനി എല്ലാ ദിവസവും നമ്മൾക്കത് റമദാൻ ടൈമിൽ വന്നുകൊണ്ടിരിക്കാം. മീഡിയ 1 ഷാർജ. ലോകത്തെ ദരിദ്രരായ 10 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം നൽകാനുള്ള പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ നിർദ്ദേശം. UAEയിലെ പള്ളികളിൽ നടന്ന ജുമാ ഖുതുബകളിൽ ഇമാമുമാരാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എല്ലാവർക്കും തുണയാകണമെന്ന ഇസ്ലാമിക മൂല്യബോധം പ്രചോദനമാകണമെന്നവർ ചൂണ്ടിക്കാട്ടി. UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ആഫ്രിക്ക ഉൾപ്പെടെ ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികൾക്കാണ് റെഡ് ക്രസന്റ് മുഖേന വസ്ത്രവിതരണം നടത്തുക. മലബാറിലെ നോമ്പുതുറ സൽക്കാരങ്ങളിൽ അറേബ്യൻ വിഭവങ്ങൾക്ക് പ്രിയമേറുന്നു. പ്രവാസികളേറെയുള്ള മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ അറേബ്യൻ വിഭവങ്ങൾ വിൽക്കുന്ന ബേക്കറികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴംപൊരിയും സമൂസയും ഉന്നക്കായയുമൊക്കെ നോമ്പുതുറമേശയിൽ അല്പം അഹങ്കാരത്തോടെ ഞെളിഞ്ഞു നിന്ന കാലമുണ്ടായിരുന്നു. എന്നാൽ ആ കാലം മാറുകയാണ്. രുചിഭേദങ്ങളുടെ മറുനാടൻ ചേരുവകളുമായി എത്തിയ അറേബ്യൻ വിഭവങ്ങളാണ് മലബാറിലെ നോമ്പുതുറ സൽക്കാരങ്ങളിൽ ഇപ്പോൾ രാജാക്കന്മാരെ പോലെ വിലസുന്നത്. ചിക്കൻ മന്തി, മട്ടൻ മന്തി, കബ്സ, കുബൂസ് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾക്ക് മലപ്പുറത്ത് വൻ ഡിമാൻഡാണ്. അതിന് കാരണവുമുണ്ട്. അറേബ്യന്ന് വന്നവരും വരാത്തവരും ഇവിടെ തിരിച്ചു വന്നവരായി അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ പരിചയപ്പെട്ടതിനെ കൊണ്ട് ഏറ്റവും നല്ല പ്രചരണം കിട്ടിയതിനെ കൊണ്ടും ഇവിടെ സീക്കോ ബേക്കറിയിലുള്ള സാധനത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടും എല്ലാവരും അത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നുണ്ട്. മലപ്പുറം ചെമ്മാട്ടെ സീഗോ ബേക്കറിയിൽ ഇപ്പറഞ്ഞ അറേബ്യൻ വിഭവങ്ങളൊക്കെയുണ്ട്. പക്ഷേ വൈകുന്നേരത്തിന് മുമ്പേ എത്തണം, ഇല്ലെങ്കിൽ കാലിയാകും. എത്ര ഉണ്ടാക്കിയാലും ആവശ്യക്കാർക്ക് കൊടുക്കാൻ തികയുന്നില്ലെന്ന പരിഭവമാണ് കടയുടമ സീഗോ കുഞ്ഞുമോന് പങ്കുവെക്കാനുള്ളത്. നല്ല അറേബ്യൻ, അതായത് മന്തിക്ക് ഒരുപാട് കണ്ടമാനം ആളുകൾ ഇപ്പം മന്തിയിലേക്കാണ്. കാരണം ഇവിടെയുള്ള ആളുകൾ വിദേശത്തായതുകൊണ്ട് അവരുടെ ഉമ്മമാർക്കും അതുപോലെ തന്നെ പെങ്ങന്മാർക്കും കുട്ടികൾക്കും ഒരു കൗതുകമായിട്ടാണ് ഈ ഫുഡിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം വീടുകളിൽ നിന്നൊക്കെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടുമാനം 5-8 വർഷമായിട്ട് ഞാൻ ഈ ഫെസ്റ്റിവൽ തുടർന്നിട്ട് ഓരോ വർഷത്തും ഒരു വ്യത്യസ്തമായ വെറൈറ്റി ഐറ്റംസുകൾ ഓരോ വർഷവും കൂട്ടിക്കൊണ്ടേയിരിക്കുക. പ്രവാസികളായ കുടുംബങ്ങളാണ് ഈ വിഭവങ്ങളുടെ ആവശ്യക്കാരിൽ ഇപ്പോൾ ഏറെയെങ്കിലും വരും വർഷങ്ങളിൽ സ്ഥിതി മാറുമെന്ന സൂചനകളാണ് ഈ തിരക്ക് നൽകുന്നത്. മീഡിയ 1 മലപ്പുറം. ഇനി നാളത്തെ സുബഹി സമയം.
രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആശങ്കപ്പെടുത്തുന്ന പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു. സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വ്യവസായികളുടെ സംഘടനയായ അസോച്ചത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇടുക്കിയിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. നാളെ 4 മണിക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു. പീഡനത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന ഷഫീഖ് കൺപീലികൾ ചിമ്മിയതും കാലനക്കിയതും നേരിയ പ്രതീക്ഷ ഉണർത്തുന്നതായി ഡോക്ടർമാർ പറയുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ഇതുവരെ അപസ്മാരം വന്നിട്ടില്ല എന്നതും കഞ്ഞിയും പാലും പ്രോട്ടീനും ട്യൂബിലൂടെ കഴിക്കുന്നതും നേരിയ പ്രതീക്ഷ നൽകുന്നു. പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചെറിയ ചെറിയ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, കാലുകൾ നന്നായിട്ട് അനക്കുന്നുണ്ട്. 2, ഐലാഷ് റിഫ്ലക്സ് ചെറുതായിട്ട് വരുന്നുണ്ട്. കണ്ണയുടെ എമ ചിമ്മുന്നുണ്ട്. അതുകൂടാതെ സ്വാളോയിങ് റിഫ്ലക്സ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ഭക്ഷണം കൊടുക്കുന്നത് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ നൽകിയ 48 മണിക്കൂർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കുട്ടിയുടെ തലച്ചോറിലെ നീർക്കെട്ട് മാറിയിട്ടില്ലാത്തതും ഗുരുതരാവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ലാത്തതും ആശങ്കയുണർത്തുന്നു. ഷഫീഖിന്റെ ജീവനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിരവധി സംഘടനകളാണ് ആശുപത്രിയിലെത്തുന്നത്. ഷഫീഖിനായി ഡോക്ടർമാർ വിധിച്ച നിർണായകമായ 48 മണിക്കൂർ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രാർത്ഥനയോടെ ഒരു ജനതയും കർമ്മോത്സുകരായ ഡോക്ടർമാരും നിലകൊള്ളുമ്പോൾ നമുക്ക് പ്രതീക്ഷയുടെ ഒരു ദിനം കൂടി കടന്നു പോവുകയാണ്. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ, മീഡിയ 1. ചൈനക്കാരിയായ ഫു കിങ്ങിന് ഇന്നത്തെ ദിവസം അത്ര സാധാരണമല്ല. തൻ്റെ 116ാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ മുതുമുത്തശ്ശി. പിറന്നാൾ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമെന്നോണം ഭൂവിനെ തേടി ചില ബഹുമതികളുമെത്തി. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട ജീവിതയാത്ര, മക്കളും പേരമക്കളും അവരുടെ മക്കളും അടങ്ങുന്ന വലിയൊരു സ്നേഹസമ്പാദ്യം, ഇതെല്ലാമാണ് ഫുക്കിംഗ് മുത്തശ്ശിയെ ഇന്ന് ലോകനെറുകയിലെത്തിച്ചത്. ലോകത്തിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയെന്ന ബഹുമതി പത്രം ഇന്നീ വീട്ടിലുണ്ട്. അതും പിറന്നാൾ ദിനത്തിൽ തന്നെ ആയത് തികച്ചും യാദൃശ്ചികവും. 115 വയസ്സുണ്ടായിരുന്ന ജപ്പാൻകാരനായ മുതുമുത്തശ്ശൻ കഴിഞ്ഞ ജൂണിൽ മരിച്ചതോടെയാണ് ഈ ബഹുമതി ഫുക്കിങ്ങിനെ തേടിയെത്തിയത്. ചൈനയിലെ സിച്വാൻ പ്രവിശ്യയിലെ ചെങ്ഡു സിറ്റിക്കാർക്കും ഇത് അഭിമാന നിമിഷം തന്നെ. കാരണം മുത്തശ്ശിക്കൊപ്പം തങ്ങളുടെ നാടും അങ്ങനെ പ്രശസ്തമായി. എന്നാൽ ഇക്കാലം അത്രയും കണ്ട ജീവിതത്തോളം വരില്ല ഇതൊന്നുമെന്ന ഭാവമാണ് മുതുമുത്തശ്ശിയുടേത്. 1897 ഫുക്കിങ്ങിന്റെ ജനനം. 5-ാം വയസ്സിൽ വിവാഹിത. പിന്നെ 6 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. പക്ഷേ 2 കുട്ടികളെ ഫുവിനൊപ്പം ജീവിത സമരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയധികം തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഫു ഇതുവരെ എത്തിയത്. പ്രത്യേക ശീലങ്ങളോ ജീവിതചര്യയോ ഇല്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നേരിടുമെന്ന മനക്കരുത്തു മാത്രമാണ് ജീവിതമന്ത്രം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. Be positive from Bright Light. വിരൽ തുമ്പിലെ സൂര്യൻ, ബ്രൈറ്റ് ലൈറ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഹമ്മദ് മുർസിയെ മോചിപ്പിക്കണമെന്നും ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കെയ്റോയിൽ 10,000ങ്ങളുടെ പ്രകടനം. ഗസയ്ക്കും ഈജിപ്തിനുമിടയിലുള്ള ഡസൻ കണക്കിന് തുരങ്കങ്ങൾ ഈജിപ്ത് സൈന്യം തകർത്തു. ഗതാഗത മാർഗങ്ങൾ അടച്ച നടപടിക്കെതിരെ ഫലസ്തീൻ പ്രധാനമന്ത്രി ഇസ്മായിൽ ഹനിയയുടെ രൂക്ഷ വിമർശനം. കുവൈത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം. പ്രചാരണം സജീവം. ഖത്തറിലേക്കുള്ള പച്ചക്കറി കയറ്റുമതിയിൽ ഇന്ത്യ വീണ്ടും 1ാമത്. തൊട്ടുപിറകിൽ ജോർദാനും പാകിസ്ഥാനും. രാജ്യം ആശങ്കജനകമാംവിധം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പ്രധാനമന്ത്രി. സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താൻ കൂടുതൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും. പ്രതിപക്ഷ വിമർശനം രാഷ്ട്രീയ പ്രേരിതമെന്നും മൻമോഹൻ സിംഗ്. ന്യൂസ് മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.